വെൽക്കം ബാക്ക് ടു അറബി അക്കാദമി. നമ്മളിന്ന് സെമ്മ 3 ബ്ലോക്ക് 1 യൂണിറ്റ് 1 അതിലെ പാഠമാണ് പഠിക്കുന്നത്. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസിൽ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായൊരു നോട്ട്സ് തയ്യാറാക്കിയിട്ടാണ്, കുറച്ചുകൂടി സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഇവിടെ എടുക്കുന്നത്. സ്വാഭാവികമായി നിങ്ങളുടെ നോട്ട്സിൽ, നിങ്ങളുടെ ലേണിംഗ് മെറ്റീരിയൽസിലുള്ളത് കുറച്ചുകൂടി ടഫ് ലാംഗ്വേജ് ആണ്. അതുമാത്രമല്ല, നമുക്കത് വേണ്ടത്ര യൂസ്ഫുൾ ആയിട്ട് രൂപത്തിലേക്കല്ല അതുണ്ടായിട്ടുള്ളത്. പക്ഷേ ഒരു പാഠത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആ ലേണിംഗ് മെറ്റീരിയൽസ് ഇറ്റ്സ് ഇനഫ്, അത് മതിയാകും. സോ നമ്മൾ വേറെ നോട്ട്സ് തയ്യാറാക്കിയിട്ടാണ് അതിൻ്റെ മറ്റൊരു നോട്ട്സിലൂടെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 യൂണിറ്റിൻ്റെ പേര്, ബ്ലോക്ക് 1 എന്ന പേര് ഇത് ക്ലൈമറ്റ് ചേഞ്ച് എന്നതാണ്. നമ്മളെ പരിസ്ഥിതി മാറ്റം, അതാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ ആൻഡ് കണ്ടംപററി വേൾഡ് എന്നതാണ് ഈ പുസ്തകത്തിന്റെ പേര്. സെമ്മ 3 ബി അഫ്ലലിനും ബി അറബിക്കിനുമുള്ള ഇംഗ്ലീഷിന്റെ കോഴ്സ് ബുക്കാണിത്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ദ മൊമെന്റ് എന്ന് പറയുന്ന ഒരു കവിതയാണ്. ദ മൊമെന്റ്. ആ കവിത എഴുതിയ ആള് മാർഗരറ്റ് ആറ്റ്വുഡ് എന്ന് പറയുന്നയാളാണ്. മാർഗരറ്റ് ആറ്റ്വുഡ്. ഇവരാണ് കവിത എഴുതിയിട്ടുള്ളത്. കവിതയുടെ പേര് ദ മൊമെന്റ്. ഈ നിമിഷം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദ മൊമെന്റ്, ഈ നിമിഷം. നമുക്കതിന്റെ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ആരാണ് മാർഗരറ്റ് ആറ്റ്വുഡ്? എന്താണ് അവരുടെ എഴുത്തിന്റെ പ്രത്യേകത? ഈ കവിതയുടെ പ്രധാനപ്പെട്ട തീം എന്തെല്ലാം, സെൻട്രൽ തീം എന്തെല്ലാം? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. സോ നോക്കാം. മാർഗരറ്റ് ആറ്റ്വുഡ് ഈസ് എ ഫേമസ് കനേഡിയൻ പോയറ്റ്. അവർ വളരെ പ്രസിദ്ധരായിട്ടുള്ള ഒരു കനേഡിയൻ പോയറ്റാണ്. കാനഡ എന്ന് പറയുന്ന രാജ്യത്ത് ജനിച്ചിട്ടുള്ള ഒരു പോയറ്റാണ് കനേഡിയൻ പോയറ്റ്. നോവലിസ്റ്റാണ്, എസയിസ്റ്റാണ്, ആൻഡ് ക്രിറ്റിക്, ഒരു നിരൂപക കൂടിയാണ് മാർഗരറ്റ് ആറ്റ്വുഡ്. ഇവരെക്കുറിച്ച് പറയുമ്പോൾ സാധാരണഗതിയിൽ പറയുന്ന ഒരു കാര്യം, 5-ാമത്തെ വയസ്സിൽ അവർ എഴുത്ത് തുടങ്ങി എന്നതാണ്. 5-ാമത്തെ വയസ്സിൽ അവർ കവിതകളും കഥകളും നോവലുകളും ഒക്കെ എഴുതാൻ തുടങ്ങി എന്നതാണ്. സോ മാർഗരറ്റ് ആറ്റ്വുഡ് ഈസ് എ വെരി ഫേമസ് കനേഡിയൻ പോയറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാർഗരറ്റ് ആറ്റ്വുഡ് ഒരു കനേഡിയൻ പോയറ്റ് ആണ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേമസ് കനേഡിയൻ പോയറ്റ്. ഷി വാസ് ബോൺ ഓൺ നവംബർ 18, 1939. 1939 നവംബർ 18 അവർ ജനിച്ചത്. ഇൻ ഒറ്റാവ, കാനഡ. ഇൻ ഒറ്റാവ, കാനഡ. കാനഡയിലെ ഒറ്റാവ എന്ന് പറയുന്ന പ്രദേശത്ത് 1939 നവംബർ 18 അവർ ജനിച്ചത്. ഈ ഒരു പോയിന്റുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ ജനിച്ച സ്ഥലം, ജനിച്ച രാജ്യം, ജനിച്ച ഡേറ്റ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒരു എസ് എഴുതുന്ന ഒരു സമയത്ത് നിങ്ങൾ ആദ്യം മാർഗരറ്റ് ആറ്റ്വുഡിനെ പറ്റി എന്തെങ്കിലും എഴുതിയിട്ട് വേണം എസ് എഴുതണമെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. ആറ്റ്വുഡ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് റൈറ്റേഴ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന എഴുത്തുകാരിൽ ഒരാളാണ് ആറ്റ്വുഡ്. ആൻഡ് ഹാസ് റിട്ടൺ മോർ ദാൻ 50 ബുക്സ്. 50-ലധികം പുസ്തകങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. മോർ ദാൻ 50 ബുക്സ്. റിട്ടൺ മോർ ദാൻ 50 ബുക്സ്. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഷി ഹാസ് റിട്ടൺ മോർ ദാൻ 50 ബുക്സ്. 50-ലധികം പുസ്തകങ്ങൾ മാർഗരറ്റ് ആറ്റ്വുഡ് എഴുതിയിട്ടുണ്ട്. അതിലെന്തൊക്കെ പെടും? പോയട്രി, ഇൻക്ലൂഡിങ് പോയട്രി, കവിതകൾ പെടും, കളക്ഷൻസ്, പോയട്രി കളക്ഷൻസ്, കവിതകളുടെ കളക്ഷൻസുകൾ ഉണ്ടാകും. അവരിൽ തന്നെ എഴുതിയിട്ടുള്ള ഒരുപാട് കവിതകൾ, അതെല്ലാം ഒരുമിച്ച് ചേർത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകും. നോവൽസ് ഉണ്ടാകും, ആൻഡ് എസ്സേകൾ ഉണ്ടാകും. ഇനി അവരുടെ എഴുത്തിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് പറയാമാണ്. ഹെർ റൈറ്റിംഗ് ഓഫൺ എക്സ്പ്ലോർസ്. അവരുടെ എഴുത്തുകൾ പലപ്പോഴും എക്സ്പ്ലോർ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക, പരിവേക്ഷണം ചെയ്യുക എന്നൊക്കെ അർത്ഥം. എക്സ്പ്ലോസ് തീംസ്. ചില പ്രത്യേകമായ തീമുകളാണ് അവരുടെ എഴുത്തുകളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. എന്താണ് ആ തീം? സച്ച് ആസ് പവർ, അധികാരം, ഒന്നതാണ്. അതുപോലെ ഐഡന്റിറ്റി, സ്വത്വം, ഞാൻ ആരാണ് എന്ന തിരിച്ചറിവിന്റെ രീതി, ഐഡന്റിറ്റി, സ്വത്വം. മറ്റൊന്ന് ജെൻഡർ എന്ന് പറഞ്ഞാൽ ആൺ പെൺ വ്യത്യാസം,
അത് പറയുന്ന അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന പുസ്തകങ്ങൾ അവർ എഴുതിയിട്ടുണ്ട്. നേച്ചർ, പ്രകൃതി, ആൻഡ് ഹ്യൂമൻ സർവൈവൽ, മനുഷ്യന്റെ അതിജീവനം. ഇതൊക്കെയാണ് അവരുടെ എഴുത്തുകളിൽ പ്രധാനമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന തീമുകൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ തീമുകളാണ് അവരുടെ എഴുത്തുകളിൽ പ്രധാനമായിട്ടും നിറഞ്ഞു നിൽക്കുന്നത്? പവർ, ഐഡന്റിറ്റി, ജെൻഡർ, നേച്ചർ, ഹ്യൂമൻ സർവൈവൽ. പവർ എന്ന് പറഞ്ഞാൽ അധികാരം, ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ സ്വത്വം, ജെൻഡർ എന്ന് പറഞ്ഞാൽ ആൺ പെൺ വ്യത്യാസം, നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രകൃതി, ആൻഡ് ഹ്യൂമൻ സർവൈവൽ, മനുഷ്യന്റെ അതിജീവനം. ഓക്കെ, യെസ്. ഷീ ഈസ് വെൽ നോൺ ഫോർ ഹെർ നോവൽ ദ ഹാൻഡ്മെയ്ഡ്സ് ടെയിൽ. അവരുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു നോവലാണ് ദ ഹാൻഡ്മെയ്ഡ് ടെയിൽ എന്നത്. 1985 എഴുതിയതാണ്. ദ ഹാൻഡ്മെയ്ഡ്സ് ടെയിൽ, which has also been adapted into a popular TV series. അത് വളരെ ജനകീയമായ ഒരു ടി വി സീരിയലായിട്ട് കാണിച്ചിരുന്ന ഒരു നോവലായിരുന്നു ഹാൻഡ്മെയ്ഡ്സ് ടെയിൽ എന്ന് പറയുന്നത്. അറ്റ്വുഡ്സ് പോയട്രി, അറ്റ്വുഡിന്റെ കവിതകൾ, ലൈക്ക് ദ മൊമെന്റ് എന്ന് പറയുന്ന നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ കവിതകൾ പോലെയുള്ള കവിതകൾ ഓഫൺ ഫോക്കസസ് ഓൺ ദ റിലേഷൻഷിപ്പ്. അത് ഫോക്കസ് ചെയ്യുന്നു, ഓഫൺ പലപ്പോഴും ഫോക്കസസ്, അത് ഫോക്കസ് ചെയ്യുന്നു ഓൺ ദ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് അത് പ്രധാനമായിട്ടും പറയുന്നത്. ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് നേച്ചർ, മനുഷ്യന്റെയും പ്രകൃതിയുടെയും ഇടയിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പ്രധാനമായും അവരുടെ ഈ കവിത പറയുന്നത്. റിമൈൻഡിങ് അസ്, നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ കവിത പറയുന്നത്. ഈ കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. റിമൈൻഡിങ് അസ്, റൈറ്റ്, എന്താണ്? വി ആർ ഓൺലി എ സ്മോൾ പാർട്ട് ഓഫ് ദ ലാർജർ വേൾഡ്. ഈ വലിയ ലോകത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ. ഈ വലിയ ലോകത്തിന്റെ ലാർജർ വേൾഡ്, ഈ വലിയ ലോകത്തിന്റെ സ്മോൾ പാർട്ട്, നമ്മൾ ഓൺലി എ സ്മോൾ പാർട്ട്, നമ്മളൊരു ചെറിയ ഭാഗം മാത്രമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് അവർ ഈ കവിത എഴുതിയിട്ടുള്ളത്. ഷി ഹാസ് റിസീവ്ഡ് മെനി അവാർഡ്സ്, ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇൻക്ലൂഡിംഗ് ദ ബുക്കർ പ്രൈസ്. ബുക്കർ പ്രൈസ് തന്നെ 2 തവണ കിട്ടിയിട്ടുണ്ട്. ബുക്കർ പ്രൈസ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള എഴുത്തുകാരന്മാർക്ക് കൊടുക്കുന്നതാണ് ബുക്കർ പ്രൈസ്. 2 വട്ടം കിട്ടി. ആൻഡ് കണ്ടിന്യൂസ് ടു ബി ആൻ ഇൻഫ്ലുവൻഷ്യൽ വോയിസ് ഇൻ ലിറ്ററേച്ചർ. സാഹിത്യത്തിൽ വളരെ സ്വാധീനമുള്ളൊരു ശബ്ദമായിട്ട് പലപ്പോഴും മാർഗരറ്റ് അറ്റ്വുഡ് മാറിയിട്ടുണ്ട്. അപ്പോൾ മാർഗരറ്റ് അറ്റ്വുഡ് ആരാണ്? എത്ര പുസ്തകങ്ങൾ എഴുതി? എവിടെ ജനിച്ചു? പിന്നെ അവരുടെ പ്രധാനപ്പെട്ട പുസ്തകത്തിന്റെ തീമുകൾ എന്തൊക്കെയാണ്? അവർക്ക് എന്തെല്ലാം അവാർഡുകൾ കിട്ടി? ഇത്രയും പോയിന്റുകളാണ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. സിമ്പിൾ. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ദ സെൻട്രൽ തീം ഓഫ് മൊമെന്റ്. ഈ കവിതയുടെ പ്രധാനപ്പെട്ട തീം എന്താണെന്ന് പറയുന്നു. ഈ കവിതക്ക് പ്രധാനപ്പെട്ട തീം എന്താണ്? ദ സെൻട്രൽ തീം ഓഫ് ദ മൊമെന്റ്. മൊമെന്റ് എന്ന് പറയുന്ന ഈ കവിതയുടെ സെൻട്രൽ തീം, അതിന്റെ കേന്ദ്ര ആശയം ഈസ് ഇല്യൂഷൻ ഓഫ് ഹ്യൂമൻ ഓണർഷിപ്പ്. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ മിഥ്യാധാരണ എന്നർത്ഥം, ഇല്ലാത്ത ധാരണയാണ്. ഇല്യൂഷൻ മിഥ്യാധാരണ അല്ലെങ്കിൽ ഇല്ലാത്ത ധാരണയാണ്. ഓഫ് ഹ്യൂമൻ ഓണർഷിപ്പ്, മാനവികമായ മനുഷ്യന്റെ ഓണർഷിപ്പിനെ കുറിച്ചുള്ള, ഉടമസ്ഥാവകാശത്തെ കുറിച്ചുള്ള ഒരു മിഥ്യാധാരണയാണ്. ആൻഡ് കൺട്രോൾ ഓവർ നേച്ചർ, ഈ പ്രകൃതിയുടെ മേലുള്ള മനുഷ്യന്റെ കൺട്രോളിനെ പറ്റിയും ഈ പ്രകൃതിയുടെ മേലിലുള്ള മനുഷ്യന്റെ ഓണർഷിപ്പിനെ പറ്റിയുമുള്ള ഒരു മിഥ്യാധാരണ, അതിനെക്കുറിച്ചാണ് ഈ കവിത പ്രധാനമായിട്ടും പറയുന്നത്. നമ്മൾ വിചാരിക്കും നമുക്ക് നമ്മുടെ പ്രകൃതിയുടെ മേൽ ഒരു ഓണർഷിപ്പ് ഉണ്ട്, ഈ പ്രകൃതിയുടെ മേൽ നമുക്കൊരു കൺട്രോൾ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ അത് തെറ്റായ ധാരണയാണ് എന്നാണ് ദ മൊമെന്റ് എന്ന് പറയുന്ന ഈ കവിതയിലൂടെ മാർഗരറ്റ് അറ്റ്വുഡ് പറയുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പോയിന്റ് ആണ് ഈ പറഞ്ഞത്. മാർഗരറ്റ് അറ്റ്വുഡിന്റെ കവിതയുടെ പ്രധാനപ്പെട്ട ദ മൊമെന്റ് എന്ന് പറഞ്ഞ ഈ കവിതയുടെ പ്രധാനപ്പെട്ട തീം ഒറ്റ വാക്കിൽ നമ്മളോട് പറഞ്ഞിരിക്കണം, ഒറ്റ സെന്റൻസിൽ. എന്താണ് ഈ കവിതയുടെ പ്രധാനപ്പെട്ട തീം? അപ്പൊ ആ തീമിനെ നമ്മളൊന്ന് ഇലാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ അടുത്ത് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ തീം, ഇല്യൂഷൻ ഓഫ് ഹ്യൂമൻ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഓവർ നേച്ചർ. ഇതാണ് ഈ ദ മൊമെന്റ് എന്ന് പറയുന്ന ഈ കവിതയുടെ പ്രധാനപ്പെട്ട തീം എന്ന് പറഞ്ഞു. ഓക്കെ, ആ തീമിനെ നമ്മളൊന്ന് ഇലാബറേറ്റ് ചെയ്തുകൊണ്ട് പറയണം. അറ്റ്വുഡ് ഷോസ് ദാറ്റ്, അറ്റ്വുഡ് പറയുന്നത് പീപ്പിൾ വർക്ക് ഹാർഡ്, ആളുകൾ നന്നായിട്ട് അധ്വാനിക്കുന്നു. പീപ്പിൾ വർക്ക് ഹാർഡ്, ആളുകൾ നന്നായിട്ട് അധ്വാനിക്കുന്നു.
എന്നിട്ട് ഗെയിൻ സക്സസ്, എന്നിട്ട് വിജയം നേടുന്നു അല്ലെ. ആളുകൾ പണിയെടുക്കുന്നു, പണമുണ്ടാക്കുന്നു, വിജയം നേടുന്നു. ആൻഡ് ഫൈനലി ഫീൽ, അവസാനം അവർക്ക് തോന്നുകയാണ്. ആൻഡ് ഫൈനലി ഫീൽ, അവസാനം അവർക്ക് തോന്നുന്നു. ദേ ഓൺ ലാൻഡ്, അവര് ഒരു ഭൂമി അവർക്ക് വേണ്ടി അവർ വാങ്ങിച്ചിരിക്കുന്നു എന്നവർക്ക് തോന്നുകയാണ് മനുഷ്യന്. പ്രോപ്പർട്ടി, ലാൻഡ് പ്രോപ്പർട്ടി അല്ലെ, ഒരു ഭൂമി വസ്തു അവന് വേണ്ടി അവൻ വാങ്ങിച്ചു. കുറെ പണിയെടുത്ത്, കുറെ അധ്വാനിച്ച്, കുറെ പൈസ ഉണ്ടാക്കി സ്വന്തം ഭൂമി വാങ്ങിച്ചു. ഓർ അച്ചീവ്മെന്റ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങൾ അവൻ കൊയ്തെടുത്തു. ഇതാണ് മനുഷ്യന് ഇവിടെ തോന്നുന്നത്. ബട്ട് ദ ട്രൂത്ത് ഈസ് ദാറ്റ്, പക്ഷെ സത്യം എന്താണ്? നേച്ചർ കനോട്ട് ബി ഓൺഡ്. ഈ പ്രകൃതിയെ മനുഷ്യന് ഉടമസ്ഥാവകാശം ഉണ്ടാക്കാൻ പറ്റില്ല, ഉടമസ്ഥതയിൽപ്പെടുത്താൻ പറ്റില്ല. ഈ പ്രകൃതിയെ മനുഷ്യന് ഓണർഷിപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? ദ എർത്ത്, ഈ ഭൂമി, ട്രീസ്, മരങ്ങൾ, ബേർഡ്സ്, പക്ഷികൾ, ആൻഡ് എയർ, ഇവിടുത്തെ അന്തരീക്ഷം, വായു, ഇത് എക്സിസ്റ്റഡ് ലോങ് ബിഫോർ അസ്, നമ്മളെക്കാളും ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ നിലനിൽക്കുന്നതാണ്. പിന്നെ നമ്മൾ വന്നിട്ട് എങ്ങനെ അതിന്റെ മേലെ ഒരു ഓണർഷിപ്പ് ഉണ്ടാക്കുക അല്ലെ? ഇവിടെയുള്ള ഈ ഭൂമി, എർത്ത്, ട്രീസ്, ബേർഡ്സ് ആൻഡ് എയർ, ഇതൊക്കെ എക്സിസ്റ്റഡ് ബിഫോർ, ലോങ് ബിഫോർ, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ നിലനിൽക്കുന്ന സാധനമാണ്. ആൻഡ് ഓയിൽ റിമൈൻ ആഫ്റ്റർ അസ്, നമ്മൾ മരിച്ചു പോയാലും ഇതിവിടെ ബാക്കിയാവും. ആൻഡ് ഓയിൽ റിമൈൻ, അതിവിടെ ബാക്കിയാവും. ആഫ്റ്റർ അസ്, നമ്മളിവിടെ നിന്ന് മരിച്ചു പോയാലും അതിവിടെ ബാക്കിയാവും. ഇങ്ങനെയുള്ള ഒരു സാധനത്തെ, ഒരു പ്രകൃതിയെ നമ്മളൊരു സുപ്രഭാതത്തിൽ വന്ന് അതിനെ കൈവശപ്പെടുത്തുക, ഉടമസ്ഥപ്പെടുത്തുക, ഓൺ ചെയ്യുക എന്ന് പറയുന്നത് പറ്റില്ലല്ലോ എന്നാണ് മാർഗരറ്റ് ആറ്റ്വുഡിന്റെ വാദം. മാത്രമല്ല ഈ പോയം പറയുന്നത്, പോയം ഓൾസോ ഹൈലൈറ്റ്സ്, ഈ പോയം വീണ്ടും മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. അതെന്താണ്? ഹ്യൂമൻ മോർട്ടാലിറ്റി, മനുഷ്യന്റെ നശ്വരത. മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ കുറച്ചു കാലം മാത്രമേ ജീവിക്കുള്ളൂ. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ നശ്വരത. മനുഷ്യൻ വളരെ കുറച്ചു കാലം മാത്രമേ ജീവിക്കുള്ളൂ അല്ലെ? പക്ഷെ ഈ പ്രകൃതിയോ അങ്ങനെയാണോ? ഒരു മരം എത്ര കാലം ജീവിക്കും? ഇവിടെയുള്ള വായു എത്ര കാലം നിലനിൽക്കും? അവർ ടൈം ഓൺ എർത്ത്, ഈ ഭൂമിയിൽ മേലുള്ള നമ്മുടെ സമയം ഈസ് ഷോർട്ട്, അത് വളരെ ചെറുതാണ്. വൈൽ നേച്ചർ ഈസ് ഇറ്റേണൽ, പക്ഷെ പ്രകൃതിയോ അത് അനന്തമാണ്, ഒരുപാട് കാലം നിലനിൽക്കും. അതും ഈ കവിതയിൽ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. അനദർ തീം ഈസ് ഹ്യൂമിലിറ്റി. മറ്റൊരു തീം എന്ന് പറയുന്നത് ഹ്യൂമിലിറ്റിയാണ്. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ വിനയം. വിനയം എന്താണ്? ഹ്യൂമൻസ് മസ്റ്റ് റെസ്പെക്ട് ദ നാച്ചുറൽ വേൾഡ്. മനുഷ്യൻ നിർബന്ധമായും ഈ ലോകത്തെ ആദരിക്കണം. ഇൻസ്റ്റെഡ് ഓഫ് ട്രൈങ് ടു ഡൊമിനേറ്റ് ഇറ്റ്, അതിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കാതെ മനുഷ്യൻ നിർബന്ധമായും ഈ പ്രകൃതിയെ ആദരിക്കണം. ഇതാണ് ഹ്യൂമിലിറ്റി, ഇതാണ് വിനയം. ഇതും ഈ കവിതയുടെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അപ്പോൾ ഇവിടെ ഒറ്റ വരിയിൽ നമ്മൾ പറഞ്ഞ ആശയത്തെ ഒന്ന് ഇലാബോറേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ. അത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന വെച്ചാൽ, ചിലപ്പോൾ ഇതിന്റെ പ്രധാനപ്പെട്ട തീം എന്താണെന്നൊരു പാരഗ്രാഫിൽ എഴുതാൻ പറയും. അപ്പോൾ ഇത് ഇലാബോറേറ്റ് ചെയ്ത് പറയണം. ചിലപ്പോൾ ഒറ്റ വാക്കിൽ, ഒരു സെന്റൻസിൽ നിങ്ങൾ ഇതിന്റെ തീം എഴുതാൻ പറയും. അപ്പോൾ ഈ മേലത്തെ ഒറ്റ സാധനം മതി. അതൊക്കെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല പല ചോദ്യങ്ങളായിട്ട് വന്നേക്കാം. ഓക്കെ, അപ്പോൾ ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ദെൻ നമ്മൾ ഇനി പോയം പറയാൻ പോകണം. ഈ കവിത ശരിക്കും നമ്മളെ ലേണിംഗ് മെറ്റീരിയൽ ഉണ്ടാവില്ല. ആ കവിതയിൽ ഓരോ സ്റ്റാൻസയും പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നൊരു വിശദീകരണം മാത്രമാണ് നമ്മുടെ ലേണിംഗ് മെറ്റീരിയൽ ഉള്ളത്. അത് മാത്രം പോരാ. നമുക്ക് കവിത എന്താണ് എന്ന് മനസ്സിലായാൽ മാത്രമേ കവിതയെപ്പറ്റി നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ കവിത വായിക്കുന്നത്. അതിന് കവിത വായിച്ചതിന്റെ അർത്ഥം അറിയാം. പോയം, ദ മൊമെന്റ്, ഈ നിമിഷം. ദ മൊമെന്റ്, ഈ നിമിഷം. when after many years of hard work, കഠിനാധ്വാനത്തിന്റെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, the moment, ഈ നിമിഷം, when after many years of hard work, കഠിനാധ്വാനത്തിന്റെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഒരുപാട് കാലം കഠിനാധ്വാനം ചെയ്തിട്ട്, and a long voyage, ദീർഘമായ യാത്ര. വൊയേജ് എന്ന് പറഞ്ഞാൽ കപ്പൽ യാത്രയാണ് പറയാം. അതായത് വളരെ കഷ്ടപ്പെട്ട് സാഹസപ്പെട്ട് നമ്മുടെ ജീവിതത്തിലൂടെ യാത്ര ചെയ്തു, അതാണ് ലോങ് വൊയേജ്. അപ്പം അങ്ങനെയുള്ള കഠിനാധ്വാനത്തിൻ്റെയും സാഹസങ്ങൾ നിറഞ്ഞ യാത്രയുടെയും ഒടുവിൽ, അവസാനം, ശേഷം, യു സ്റ്റാൻഡ്, നീ നിൽക്കുന്നു, ഇൻ ദ സെന്റർ ഓഫ് യുവർ റൂം, നിന്റെ റൂമിന്റെ നടുഭാഗത്ത്. യു സ്റ്റാൻഡ് ഇൻ ദ സെന്റർ ഓഫ് യുവർ റൂം, നിന്റെ റൂമിന്റെ നടുഭാഗത്ത് നീ നിൽക്കുന്നു.
വേറെ അർത്ഥത്തിൽ പറഞ്ഞാല് ഹൗസ് നിന്റെ വീടിന്റെ സെൻട്രൽ ഭാഗത്ത് നിന്ന് നിൽക്കുന്നു. ഹാഫ് ഏക്കർ, നിന്റെ 1/2 ഏക്കർ ഭൂമി ഉണ്ടല്ലോ, നീ സ്വന്തമാക്കി എടുത്തിരിക്കുന്ന 1/2 ഏക്കർ ഭൂമി, അതിന്റെ സെൻട്രൽ നിന്ന് നിൽക്കുന്നു. സ്ക്വയർ മൈൽ, അതിനെങ്ങനെ ഒരു പറമ്പാക്കി ചുറ്റി വളഞ്ഞെടുത്തിട്ടുണ്ട്, അതിന്റെ സെൻട്രൽ നിന്ന് നിൽക്കുന്നു. ഐലൻഡ്, ഈ ദ്വീപിൽ നീ അധ്വാനിച്ച് നേടിയെടുത്ത് നീ വാങ്ങിച്ചെടുത്തിട്ടുള്ള ഈ ദ്വീപിൽ. ആൻഡ് കൺട്രി, ഐലൻഡ് അല്ലെങ്കിൽ കൺട്രി, ഈ രാജ്യത്തിന് നടുവിൽ നിന്ന് നിൽക്കുന്നു. അപ്പൊ ഇവിടെ ഈ റൂം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി, നമ്മൾ വീടാണ് പറയുന്നത്. വീട്, ആ വീടിൻ്റെ അകത്ത് ബെഡ്റൂം, ബെഡ്റൂം ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഈ വീട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഈ ഭൂമി ഞാൻ വാങ്ങിച്ചതാണ്. ഈ രാജ്യം എനിക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ്. ഈ രാജ്യം എൻ്റെതാണെന്ന് ഞാൻ എങ്ങനെ പറയാ? ഈ രാജ്യത്ത് എനിക്ക് വോട്ടവകാശമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ രാജ്യം എൻ്റെതാണ്. ഈ രാജ്യത്ത് എനിക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. വോട്ടവകാശം മാത്രമല്ല, വേറെയും ഒരുപാട്, രാജ്യം എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് അവകാശം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാജ്യം എൻ്റെതാണ്. ഇങ്ങനെ എല്ലാം ഒരു ഓൺ ചെയ്തിരിക്കുകയാണ് നീ. നോവിങ് അറ്റ് ലാസ്റ്റ് ഹൗ യു ഗോട്ട് ദർ. നോവിങ്, നിനക്കറിയാം, അറ്റ് ലാസ്റ്റ് നിനക്ക് തീർച്ചയായിട്ടും അറിയാം. ഹൗ യു ഗോട്ട് ദർ, നീ എങ്ങനെയാണ് നിനക്ക് അതൊക്കെ കിട്ടിയിട്ടുള്ളത്, എങ്ങനെയാണ് നീ അവിടെ എത്തിപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ നിനക്കറിയാം. കുറെ കഷ്ടപ്പെട്ട്, കുറെ അധ്വാനിച്ച്, കുറെ പൈസ, കുറെ പണിയെടുത്ത്, അതിനുശേഷമാണ് നീ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വാങ്ങിച്ചത്, ഭൂമി വാങ്ങിച്ചത്, പിന്നെ വീടുണ്ടാക്കിയത്, അവിടെ റൂമിൽ നീ പണിതത്, ആ റൂമിൽ നീ കിടക്കുന്നത്. ആൻഡ് സേ, എന്നിട്ട് അവസാനം നീ എന്ത് പറയുന്നു? ഐ ഓൺ ദിസ്, ഇത് എൻ്റെ ഉടമസ്ഥതയിലാണ്. ഐ ഓൺ ദിസ്, ഇത് എൻ്റെ ഉടമസ്ഥതയിലാണ് എന്ന് നീ അവസാനം പറയണം. ഇത് സെയിം മൊമെന്റ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ പാരഗ്രാഫിൽ എന്താ പറയുന്നത്? നമ്മൾ ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടു, പ്രയാസപ്പെട്ടു, അങ്ങനെ നമ്മുടെ രാജ്യത്ത് നമ്മളൊരു സ്ഥലം വാങ്ങിച്ചു, അവിടെ ഒരു വീടുണ്ടാക്കി, ആ വീടും സ്ഥലവും ഒക്കെ എൻ്റെ ഓണർഷിപ്പിലുള്ളതാണ് എന്ന് ഞാൻ പറയുന്നു. ഇതാണ് ഒന്നാമത്തെ സ്റ്റാൻസയിൽ പറയാനുള്ളത്. ഈ ഒരു സംഗതി മാത്രമാണ് നിങ്ങളുടെ ലേണിംഗ് മെറ്റീരിയൽസിൽ പറയുന്നുണ്ടാവുക. ദെൻ സെക്കൻഡ് സ്റ്റാൻസ് പറയാം. ഈ ദ സെയിം മൊമെന്റ്, അതേസമയം അതേ മൊമെന്റിൽ തന്നെ ദ ട്രീസ്, അതേ മൊമെന്റിൽ തന്നെ അങ്ങനെയാണെങ്കിൽ, അതേ മൊമെന്റിൽ തന്നെ ദ ട്രീസ് അൺലോസ്, ഇവിടെയുള്ള മരങ്ങളെല്ലാം ലൂസാക്കുകയാണെങ്കിൽ, അൺലൂസ് എന്ന് പറഞ്ഞാൽ വിടർത്തുകയാണെങ്കിൽ, their soft arms, അവരുടെ ഈ മൃദുലമായ കരങ്ങളെ അവരെങ്ങാനും അൺലൂസ് ചെയ്യുകയാണെങ്കിൽ, ക്ലാസ് എടുക്കാറ്, ഇത് സെയിം മൊമെന്റ് ദ ട്രീസ് അൺലോസ്, ഈ നിമിഷത്തില് ഈ മരങ്ങൾ മുഴുവനും അൺലൂസ് ചെയ്യുകയാണെങ്കിൽ, their soft arms, അവരുടെ മൃദുലമായ കരങ്ങളെ അങ്ങനെ വിടർത്തി വിടുകയാണെങ്കിൽ, ഫ്രം അറൗണ്ട് യു, നിന്റെ ചുറ്റുഭാഗത്തുമുള്ള മരങ്ങൾ ഉണ്ടല്ലോ, ആ മരങ്ങൾ എങ്ങാനും അതിന്റെ കൈകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ, ഇതാ പറഞ്ഞത്, നിങ്ങളുടെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആ മരങ്ങൾക്ക്, ആ സോഫ്റ്റ് ആംസുകൾക്ക്, ആ മരങ്ങളെങ്ങാനും അതിൻ്റെ മൃദുലമായ കരങ്ങൾക്ക്, സോഫ്റ്റ് ആംസിന് നിങ്ങൾ ഒരു സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ, ദ ബേർഡ്സ് ടേക്ക് ബാക്ക് ദെയർ ലാംഗ്വേജ്, ഈ പക്ഷികള് ടേക്ക് ബാക്ക് ദെയർ ലാംഗ്വേജ്, അവർക്ക് അവരുടെ ഭാഷ തിരിച്ചു കിട്ടുകയാണെങ്കിൽ, അവർക്ക് സംസാരിക്കാൻ പറ്റുമെങ്കിൽ, ദ ബേർഡ്സ് ടേക്ക് ബാക്ക് ദെയർ ലാംഗ്വേജ്, പക്ഷികൾ അവരുടെ ഭാഷ തിരിച്ചു കിട്ടുമായിരുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കാൻ അവർക്ക് പറ്റുമായിരുന്നെങ്കിൽ, ദ ക്ലിഫ്സ് ഫിഷർ ആൻഡ് കൊലാപ്സ്, ഈ വലിയ പർവ്വതങ്ങളുണ്ടല്ലോ, കുന്നുകൾ, അതൊക്കെ പൊട്ടിത്തകർന്ന് തരിപ്പടമായി പോവുകയാണെങ്കിൽ, ഫിഷർ അങ്ങനെ താഴേക്ക് തകർന്ന് വീഴ, കൊളാപ്സ്ഡ് ആവുക, അങ്ങനെയാണെങ്കിൽ, ദ എയർ മൂവ്സ് ബാക്ക് ഫ്രം യു, ഈ വായു നിന്നിൽ നിന്നും അകന്നകന്നകന്നു പോവുകയാണെങ്കിൽ, ദ എയർ മൂവ്സ് ബാക്ക് ഫ്രം യു, ഈ വായു നിന്നിൽ നിന്നും അകന്നകന്നകന്നു പോവുകയാണെങ്കിൽ, ഏതുപോലെ, ലൈക്ക് എ വേവ്, ഒരു തിരമാലകന്നകന്നു പോകുന്ന പോലെ ഈ വായു നിങ്ങളിൽ നിന്ന് അകന്നകന്നു പോവുകയാണെങ്കിൽ, ആൻഡ് യു കാൺട് ബ്രെത്ത്, അപ്പൊ നിനക്ക് ശ്വാസം വിടാൻ പോലും പറ്റില്ല, ശ്വാസം എടുക്കാൻ പോലും പറ്റില്ല. അപ്പൊ നോ, അതുകൊണ്ട് വേണ്ട. ദേ വിസ്പർ, ഈ പ്രകൃതിയിലുള്ള ആളുകൾ മുഴുവനും, മരങ്ങൾ, പക്ഷികൾ, വായു, ഇവിടെയുള്ള പർവ്വതങ്ങൾ, ഇതെല്ലാം ദേ വിസ്പർ, അവർ രഹസ്യമായി പറയുന്നു. വിസ്പർ എന്ന് പറഞ്ഞാൽ രഹസ്യമായി പറയുന്നു, യു ഓൺ നത്തിങ്, നിങ്ങൾക്കൊന്നും സ്വന്തമായിട്ടില്ല. ഈ പ്രകൃതിയിലെ മരങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, ഈ പ്രകൃതിയിലെ പക്ഷികൾ നിങ്ങളുടെ സ്വന്തമല്ല,
ഈ അന്തരീക്ഷം നിങ്ങളുടെ സ്വന്തമല്ല, വായു നിങ്ങളുടെ സ്വന്തമല്ല, പർവ്വതങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. യു ഓൺ നത്തിങ്. ആദ്യത്തെ പാരാഗ്രാഫിൽ എന്താ പറഞ്ഞ്? ഐ ഓൺ മൈ ഹൗസ് എന്നാ പറഞ്ഞത് അല്ലേ? ഐ ഓൺ മൈ നേച്ചർ എന്നാ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ രണ്ടാമത്തെ പ്രകൃതി തിരിച്ചെന്നാ പറയുന്നത് യു ഓൺ നത്തിങ്. നിങ്ങളൊന്നും സ്വന്തമായിട്ട് വെക്കുന്നില്ല. പിന്നെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? യു വെർ എ വിസിറ്റർ. നിങ്ങൾ ആര് മാത്രമായിരുന്നു? യു വെർ എ വിസിറ്റർ. നിങ്ങളൊരു വിസിറ്റർ മാത്രമായിരുന്നു. യു വെർ എ വിസിറ്റർ. യു വെർ എ വിസിറ്റർ. നിങ്ങളൊരു വിസിറ്റർ മാത്രമായിരുന്നു. ടൈം ആഫ്റ്റർ ടൈം, ടൈം ആഫ്റ്റർ ടൈം. ഓരോ കാലഘട്ടത്തിലും ഓരോ മനുഷ്യനും ഇവിടെ വിസിറ്റ് ചെയ്യുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എങ്ങനെ? ക്ലൈംബിംഗ് ദ ഹിൽ. ഈ കുന്ന് കയറും. ക്ലൈംബിംഗ് ദ ഹിൽ. അവർ ഈ കുന്നുകൾ കയറും. പ്ലാന്റിംഗ് ദ ഫ്ലാഗ് പ്രൊക്ലൈമിംഗ്. അവരുടെ പതാക ഇവിടെ കൊണ്ടുവന്ന് നാട്ടും. പക്ഷെ വി നെവർ ബിലോങ്ഡ് ടു യു. ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ പതാകകളൊക്കെ കൂടെ കൊണ്ടുവന്ന് നാട്ടിയാൽ പോലും വി നെവർ ബിലോങ്ഡ് ടു യു. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് സ്വന്തമല്ലായിരുന്നു. നിങ്ങളുടെ സ്വന്തം ബിലോങ് അല്ലായിരുന്നു. നിങ്ങളുടെ വസ്തുക്കളല്ല ഞങ്ങൾ ഒരിക്കലും. മാത്രമല്ല യു നെവർ ഫൗണ്ട് അസ്. നീ ഒരിക്കൽ പോലും ഞങ്ങൾ പ്രകൃതിയെ കണ്ടിട്ടില്ല. യു നെവർ ഫൗണ്ട് അസ്. ഇറ്റ് വാസ് ഓൾവേസ് ദ അതർ വേ റൗണ്ട്. ഈ പ്രകൃതി അതിൻ്റെതായ വഴിയിലൂടെ അതിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ നിങ്ങളൊരു വിസിറ്റർ മാത്രമായിരുന്നു. അപ്പൊ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച്, റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ഓക്കെ, യെസ്. സോ നമുക്ക് പിന്നെ ഇതിലെ ഇനി സമ്മറി പറയാം. നമ്മൾ കവിത നമുക്ക് മനസ്സിലായി. ഇനി സമ്മറി നിങ്ങൾ ലേണിംഗ് മെറ്റീരിയൽസിലും ഉണ്ടായിരിക്കും. പക്ഷെ ഞാനത് കുറച്ചുകൂടി സിമ്പിളായിട്ട് ചെറിയൊരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാവുന്ന ഒരു ഭാഷയിൽ ഞാനത് എഴുതി എന്ന് മാത്രം. ഓക്കെ, നോക്കാം. മാർഗരറ്റ് ആറ്റ്വുഡ്സ് പോയം. മാർഗരറ്റിന്റെ ഈ കവിത, ദ മൊമെന്റ് എന്ന് പറയുന്ന ഈ കവിത ടോക്സ് അബൌട്ട്, അത് സംസാരിക്കുന്നു. ഞാൻ സമ്മറി കുറച്ചുകൂടി കവിതയൊക്കെ മനസ്സിലായ സ്ഥിതിക്കും ഇതിന് തീം എന്താന്നൊക്കെ മനസ്സിലായ സ്ഥിതിക്കും ഈ സമ്മറി ഞാൻ കുറച്ചുകൂടി സ്പീഡിൽ പോകണം. ടോക്സ് അബൌട്ട് ദ ഫീലിംഗ് ഓഫ് സക്സസ്. വിജയത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ആൻഡ് ദ റിയലൈസേഷൻ ഓഫ് അവർ പ്ലേസ് ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് നമ്മുടെ സ്ഥാനം എന്താണ് എന്നതിനെ കുറിച്ചുമാണ് ദ മൊമെന്റ് എന്ന് പറയുന്ന ഈ കവിതയിലൂടെ മാർഗരറ്റ് ആറ്റ്വുഡ് പറയുന്നത്. ദ പോയം ബിഗിൻസ്. ഈ പോയം ആരംഭിക്കുന്നു. സ്റ്റാർട്ട്സ് മീൻസ് സ്റ്റാർട്ട്സ്. ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നു ബൈ ഡിസ്ക്രൈബിംഗ് ദ മൊമെന്റ്. ഒരു നിമിഷത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്ങനെ? വെൻ എ പേഴ്സൺ, ഒരു മനുഷ്യൻ, ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്, അയാൾ ഒരുപാട് അധ്വാനങ്ങൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങളുടെ അധ്വാനത്തിന് ശേഷം, സ്റ്റാൻഡ്സ് ഇൻ ദയർ ഹൗസ്, അയാൾ അയാളുടെ വീട്ടിൽ നിൽക്കുകയാണ്. അല്ലെങ്കിൽ ലാൻഡ്, അയാളുടെ ഭൂമിയിൽ നിൽക്കുകയാണ്, അയാളുടെ പ്രോപ്പർട്ടിയിൽ നിൽക്കുകയാണ്. ഓർ എൻ അച്ചീവ്മെന്റ്, അല്ലെങ്കിൽ അയാളെ ഏതെങ്കിലും ഒരു അച്ചീവ്മെന്റിൽ നിൽക്കുകയാണ്, ഒരു നേട്ടത്തിനരികെ നിൽക്കുകയാണ്. അങ്ങനെ നിന്നിട്ട് പ്രൗഡ്ലി തിങ്സ്, അയാൾ അഭിമാനത്തോടെ ചിന്തിക്കുന്നു, ഐ ഓൺ ദിസ്, ഇത് എൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അങ്ങനെ മനുഷ്യൻ ആലോചിക്കുന്നത് അല്ലെ. ദിസ് ഷോസ്, ഇത് കാണിക്കുന്നത് ദ ഹ്യൂമൻ ഡിസയർ ടു ഫീൽ ഇൻ കൺട്രോൾ. ഈ മനുഷ്യന്റെ ആഗ്രഹത്തെയാണ് കാണിക്കുന്നത്. ഹ്യൂമൻ ഡിസയർ, മനുഷ്യന്റെ ആഗ്രഹം. ഹ്യൂമൻ ഡിസയർ ടു ഫീൽ ഇൻ കൺട്രോൾ, എല്ലാം അവന്റെ കൺട്രോളിലാണ് എന്ന് ഫീൽ ചെയ്യാനുള്ള അവന്റെ ആഗ്രഹത്തെ. ആൻഡ് ടു ടേക്ക് പ്രൈഡ്, അവൻ അഹങ്കാരത്തിനുള്ള അവന്റെ ആഗ്രഹത്തെ, അഭിമാനം കൊള്ളാനുള്ള അവന്റെ ആഗ്രഹത്തെ. ഇൻ വാട്ട് വി ഹാവ് വർക്ക്ഡ് ഫോർ, ഞാൻ ഇത്ര കാര്യം എന്തിനു വേണ്ടിയാണോ വർക്ക് ചെയ്തത്, എന്ത് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചത്, അത് കിട്ടിയതിനുള്ള അവന്റെ ആ ഒരു അഭിമാനം, അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റി എന്നുള്ള മനുഷ്യന്റെ ആഗ്രഹം. ഇതിനെയാണ് ഈ ഒന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ കാണുന്നത്. ഹവർ, എന്നിരുന്നാലും, ആറ്റ്വുഡ് ഇമ്മീഡിയറ്റ്ലി ഷിഫ്റ്റ് ദ ഐഡിയ. ആറ്റ്വുഡ് പെട്ടെന്ന് ഈ പറഞ്ഞ ആശയത്തെ ഷിഫ്റ്റ് ചെയ്യണം, മാറ്റണം. എങ്ങനെ? ബൈ ഷോയിങ്, കാണിച്ചുകൊണ്ട്, ദാറ്റ് നേച്ചർ ഡസ് നോട്ട് റെക്കഗ്നൈസ് അവർ ഓണർഷിപ്പ്. ഈ പ്രകൃതി ഒരിക്കലും നമ്മുടെ ഓണർഷിപ്പിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അത് ശരിയല്ലേ? പ്രകൃതി ഒരിക്കലും നമ്മുടെ ഓണർഷിപ്പിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആറ്റ്വുഡ് ചേഞ്ച് ദ ഐഡിയ. ഷിഫ്റ്റ് ദ ഐഡിയ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ദ ഐഡിയ. ഈ ഐഡിയ മാറ്റണം. എന്താ അതിൽ പറയുന്നത്? രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്, ട്രീസ് ലൂസൻ ദയർ ബ്രാഞ്ചസ്. ഈ മരങ്ങളൊക്കെ അവരുടെ ബ്രാഞ്ചസുകൾ അങ്ങോട്ട് ലൂസ് ചെയ്ത് വിട്ടു, പോയിക്കോളാൻ പറഞ്ഞു. എന്താ വെച്ചാൽ കാട്ടിക്കോളാൻ പറഞ്ഞു. ബേർഡ്സ് റിക്ലെയിം ദയർ സോങ്സ്. പക്ഷികളൊക്കെ അവരുടെ പാട്ടുകളൊക്കെ നിർത്തി, ഭാഷയൊക്കെ തിരിച്ചു പിടിച്ചു, ഇനി മിണ്ടണില്ല. ക്ലിഫ്സ് ക്രംബിൾ, കുന്നുകളൊക്കെ വിരളി പൊട്ടാൻ തുടങ്ങി. ക്രംബിൾ, വിണ്ടു കയറാൻ തുടങ്ങി. ആൻഡ് ഈവൻ ദ എയർ സീംസ് ടു പുഷ് ബാക്ക്.
ഈ വായു പോലും സീംസ് ടു പുഷ് ബാക്ക്, തിരിച്ചു വരുന്ന പോലെ തോന്നി. അത് വായു മനുഷ്യന്റെ അടുത്തേക്ക്, മനുഷ്യന്റെ ശ്വാസകോശത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെ വന്നാൽ എന്തുണ്ടാവുക? ദിസ് പാർട്ട് ഓഫ് ദ പോയം, ഈ പോയത്തിന്റെ ഈ ഒരു ഭാഗം റിമൈൻസ് അസ്, നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ദാറ്റ് ദ വേൾഡ് അറൗണ്ട് അസ്. എന്താ ഓർമ്മിപ്പിക്കുന്നത്? ദ വേൾഡ് അറൗണ്ട് അസ്, നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള ഈ ഭൂമി ഈസ് നോട്ട് ട്രൂലി അവേഴ്സ്, അത് സത്യത്തിൽ നമ്മുടേതല്ല എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കണം. ദ വേൾഡ് അറൗണ്ട് അസ്, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഈ ഭൂമി ഈസ് നോട്ട് ട്രൂലി അവേഴ്സ്, സത്യത്തിൽ അത് നമ്മുടേതല്ല. നോ മാറ്റർ ഹൗ മച്ച് വി അച്ചീവ്, നോ മാറ്റർ, പ്രശ്നമല്ല, ഹൗ മച്ച് വി അച്ചീവ്, നമ്മൾ എത്രമാത്രം നേടി എന്നതൊരു വിഷയമേ അല്ല. എന്തുകൊണ്ട്? വി കനോട്ട് കൺട്രോൾ നേച്ചർ ഓർ ലൈഫ് ഇറ്റ് സെൽഫ്, ഈ പ്രകൃതിയെ അല്ലെങ്കിൽ ഈ ജീവനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. നമ്മൾ എത്ര നേടി എന്നുള്ളതല്ല, ഈ പ്രകൃതിയെ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഇതിൽ പറയുന്നത്. ഇൻ ദ ഫൈനൽ പാർട്ട്, അവസാനത്തെ ഭാഗത്തിൽ ദ പോയം മേക്സ് എ ഡീപ്പർ പോയിന്റ്. നമ്മൾ ഈ കവിത കുറച്ചുകൂടി ഡീപ്പർ ആയിട്ടുള്ള ഒരു പോയിന്റിലേക്കാണ് പോകുന്നത്, കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു പോയിന്റ്. എന്താണ്? നേച്ചർ വിസ്പേഴ്സ്, പ്രകൃതി രഹസ്യം പറയുന്നു. ദാറ്റ് ഹ്യൂമൻസ് നെവർ റിയലി ഓൺ എനിത്തിങ്. പ്രകൃതി എന്താ രഹസ്യം പറയുന്നത്? ഹ്യൂമൻസ് നെവർ റിയലി ഓൺ എനിത്തിങ്, മനുഷ്യന്മാർ ഒന്നും യഥാർത്ഥത്തിൽ സ്വന്തമാക്കുന്നില്ല എന്ന് രഹസ്യം പറയുന്നു. പിന്നെ എന്താണ് അവൻ ചെയ്യുന്നത്? മനുഷ്യൻ എന്താണ് ഇവിടെ കാട്ടിക്കൂട്ടി ചെയ്യുന്നത്? വി ആർ ജസ്റ്റ് വിസിറ്റേഴ്സ്, നമ്മൾ ജസ്റ്റ് ഒരു വിസിറ്റേഴ്സ് മാത്രമാണ്. മൂവിങ് ത്രൂ ദ വേൾഡ്, നമ്മൾ ഭൂമിയിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഫോർ എ ഷോർട്ട് ടൈം. എത്ര കാലത്തേക്ക്? ഫോർ എ ഷോർട്ട് ടൈം, കുറച്ച് കാലത്തേക്ക്. ദ ലാൻഡ്, ഈ ഭൂമി, ദ ട്രീസ്, ഈ മരങ്ങൾ, ദ ആനിമൽസ്, ഈ മൃഗങ്ങൾ, ആൻഡ് എവരിതിങ് അറൗണ്ട് us, നമ്മുടെ ചുറ്റുമുള്ള എല്ലാം എക്സിസ്റ്റഡ് ബിഫോർ വി കെയിം, നമ്മളിവിടെ വരുന്നതിന് മുമ്പ് നിൽക്കാൻ തുടങ്ങിയതാണ്, ഉണ്ടായതാണ്. എക്സിസ്റ്റഡ് ബിഫോർ വി കെയിം, നമ്മളിവിടെ വന്നതിന് മുമ്പേ തന്നെ ഇവിടെ നിലനിൽക്കുന്ന സാധനങ്ങളാണ്. മാത്രമല്ല ആൻഡ് വിൽ കണ്ടിന്യൂ, അത് ഇവിടെ ഉണ്ടാവും ചെയ്യും. ലോങ്, ഒരുപാട് കാലം ഉണ്ടാകും. ആഫ്റ്റർ വി ആർ ഗോൺ, നമ്മൾ ഇവിടെ നിന്ന് പോയാലും ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും. അതായത് ദിസ് ടീച്ചസ് അസ്, ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ഹ്യൂമിലിറ്റിയാണ്, വിനയമുണ്ടാകണം എന്നാണ്. ആൻഡ് റെസ്പെക്ട് ഫോർ നേച്ചർ, ഈ പ്രകൃതിയോട് നമുക്ക് റെസ്പെക്ട് ഉണ്ടാവണം എന്നാണ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിന് സെൻട്രൽ തീം പറഞ്ഞു ആദ്യം. സെൻട്രൽ തീമിന് ശേഷം ഈ സെൻട്രൽ തീമിനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞു. ദെൻ നമ്മൾ പോയം പഠിച്ചു, പോയത്തിൽ എന്താ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മൾ ആ പോയത്തിലെ ഓരോ സ്റ്റാൻസയെ കുറിച്ചും നമ്മളോട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ശരിക്കും മനസ്സിലാക്കാം. ഇൻ കൺക്ലൂഷൻ, ചുരുക്കി പറഞ്ഞാൽ, ദ മൊമെന്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് എ സക്സസ്, മനുഷ്യന്റെ വിജയത്തെക്കുറിച്ച് മാത്രമല്ല ഈ കവിത പറയുന്നത്, ബട്ട് അബൌട്ട് അണ്ടർസ്റ്റാൻഡിങ് അവർ ട്രൂ പ്ലേസ് ഇൻ ദ വേൾഡ്, ഈ ലോകത്തിൽ നമ്മുടെ യഥാർത്ഥ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കി തരുന്നുകൂടിയുണ്ട് ഈ പദ്യം. വൈൽ ഹ്യൂമൻസ് മേ ഫീൽ പ്രൗഡ് ഓഫ് ദെയർ അച്ചീവ്മെന്റ്സ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ചീവ്മെന്റുകൾ കിട്ടുമ്പോൾ അവന് വളരെ പ്രൗഡായിട്ട് തോന്നിയേക്കാം, അവന് വളരെ അഭിമാനം തോന്നിയേക്കാം. ദ പോയം റിമൈൻസ് അസ്, അങ്ങനെയൊക്കെ തോന്നുമെങ്കിൽ പോലും ദ പോയം റിമൈൻസ് അസ്, ഈ പദ്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ദാറ്റ് വി ആർ ഓൺലി ടെമ്പററി വിസിറ്റേഴ്സ്, നമ്മളിവിടെ ഒരു താൽക്കാലിക സന്ദർശകർ മാത്രമാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് ദ എർത്ത് ബിലോങ്സ് ടു us സെൽഫ്, ഭൂമി ഭൂമിക്കുള്ളതാണ്, നോട്ട് ടു us, നമുക്കുള്ളതല്ല. ഭൂമി ഭൂമിക്കുള്ളതാണ്, ബിലോങ്സ് ടു ഇറ്റ് സെൽഫ്, ഭൂമി ഭൂമിക്കുള്ളതാണ്, നോട്ട് ടു us. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ കവിത പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ കവിതന്റെ ആശയം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി പോയറ്റിക് ഡിവൈസസ് ആണ് പറയുന്നത്. പോയറ്റിക് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ എന്താ? കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില തന്ത്രങ്ങൾ ഉണ്ടാകും. നമ്മൾ കവിതയാക്കാൻ വേണ്ടിയിട്ട് ചില ഐഡിയാസ്, ചില സംഗതികൾ നമ്മൾ ചെയ്യും. അത് ഇതിൽ ഏതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. നമ്മൾ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രമായിട്ട് ഞാൻ ഈ പറയുന്നുള്ളൂ. ഒന്നാമത്തത് ഇമേജറിയാണ്. ഇമേജറി എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുക, അതായത് വാക്കുകൾ കൊണ്ട് ഒരു ഭാവന സൃഷ്ടിക്കുക, ഇതാണ് ഇമേജറി എന്ന് പറഞ്ഞാൽ. ഒന്നുകൂടി പറയാം, പെയിൻസ് പിക്ചേഴ്സ് വിത്ത് വേർഡ്സ് എന്ന് പറയും, വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക. അപ്പൊ നമ്മൾ ആ വരി ഇങ്ങോട്ട് പറയുമ്പോൾ അതിൻ്റെ ഒരു ചിത്രം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും. ഇതിനെയാണ് നമ്മൾ ഇമേജറി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒന്ന് രണ്ട് വരികൾ ഇവിടെ ഉണ്ട്. ഏതൊക്കെയാണ് അതിനെ സൂചിപ്പിക്കുന്ന വരികൾ? ട്രീസ് അൺലൂസ് ദെയർ സോഫ്റ്റ് ആംസ്, മരങ്ങൾ അവരുടെ മൃദുലമായ കരങ്ങളെ വിട്ടയക്കുന്നു.
മരങ്ങൾ അതിന്റെ മൃദുലമായ കരങ്ങളെ ചേർത്ത് പിടിക്കുന്നു, തണൽ കൊടുക്കാതെ ചേർത്ത് പിടിക്കുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോഴേക്കും ആ ഒരു ചിത്രം നമ്മളെ മൈൻഡിലേക്ക് വരികയാണ്. കണ്ടോ, ഇതിനെയാണ് നമ്മൾ ഇമേജറി എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു ലൈൻ നോക്കാം. ദ ബേർഡ്സ് ടേക്ക് ബാക്ക് ദെയർ ലാംഗ്വേജ്. പക്ഷികൾ അവരുടെ ഭാഷ തിരിച്ചു പിടിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ പാട്ട് പാടുന്നില്ല, അവർ സംസാരിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഇമേജറി നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകണം. ദ എയർ മൂവ്സ് ബാക്ക് ഫ്രം യു ലൈക്ക് എ വേവ്. തിരമാല കണക്കെ ഈ വായു നിങ്ങളിൽ നിന്ന് അകന്നകന്നകന്നു പോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇമേജറി, ഇതിനെയാണ് നമ്മൾ ഇമേജറി എന്ന് പറയുന്നത്. ഈ 3 വരിയിലും തിളങ്ങി നിൽക്കുന്ന ഇമേജറിയാണ്. ഓക്കെ, യെസ്. രണ്ടാമത്തത് പേഴ്സോണിഫിക്കേഷൻ ആണ്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുള്ള വസ്തുവിന്റെ ഗുണങ്ങൾ കൊടുക്കുക എന്നതാണ്. ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുള്ള മനുഷ്യന്റെ ക്വാളിറ്റീസ് കൊടുക്കുക എന്നാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം. നോക്കൂ, ഇപ്പോൾ ഇതിൽ ചില വരികൾ നോക്കാം. ട്രീസ്, മരങ്ങൾ, ഹാവ് ആംസ്, അല്ലെ? മരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ സോഫ്റ്റ് ആംസ്, മൃദുലമായ കരങ്ങൾ. ഈ ആംസ് എന്ന് പറയുന്നത് ശരിക്കും ആർക്കേ ഉള്ളൂ? മനുഷ്യനേ ഉള്ളൂ. അത് മരങ്ങൾക്കുണ്ടോ? ഇല്ല. പക്ഷെ മനുഷ്യന്റെ ജീവനുള്ള മനുഷ്യന്റെ കൈകൾക്കാണ് നമ്മൾ ആംസ് എന്ന് പറയാം. ആ ഒരു പദം ജീവനില്ലാത്ത മരത്തിന്റെ ബ്രാഞ്ചസിന് കൊടുത്തു. അപ്പോ ജീവനുള്ള വസ്തുവിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദം ജീവനില്ലാത്ത വസ്തുവിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതിനെയാണ് നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയാം. അതിന്റെ ഒരു ഉദാഹരണം കൊടുത്തത്. അതുപോലെ ബേർഡ്സ് ഹാവ് ലാംഗ്വേജ്. പക്ഷികൾക്ക് ഭാഷ ഉണ്ടെന്ന് പറഞ്ഞു. മനുഷ്യരാണ് അവിടെ ഭാഷ ഉള്ളൂ, പക്ഷികൾക്ക് ഭാഷ ഇല്ല. ആൻഡ് എർത്ത് വിസ്പേഴ്സ്. ഭൂമി രഹസ്യം പറയുന്നു. ഭൂമി അങ്ങനെ രഹസ്യം പറയോ? ഇല്ല. രഹസ്യം പറയുന്നത് ആരാ? മനുഷ്യനാണ്. ഇപ്പൊ രഹസ്യം പറയുക എന്ന് പറയുന്ന മനുഷ്യന്റെ ക്വാളിറ്റി ജീവനില്ലാത്ത ഭൂമിക്ക് നൽകുന്നു. ഇതിനെയാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി സിംബോളിസം. ഇവിടെ ട്രീസ്, മരങ്ങൾ, ബേർഡ്സ്, പക്ഷികൾ, ക്ലിഫ്സ്, കുന്നുകൾ, എയർ, വായു, ഇതൊക്കെ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള നാച്ചുറൽ വേൾഡിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ പ്ലാന്റിങ് ദ ഫ്ലാഗ് എന്ന് പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വേർഡാണത്. കൊടി വന്ന് കുത്തുക, അതായത് എവറസ്റ്റിന്റെ മേലെ കൊണ്ട് കൊടി വന്ന് കുത്തുക, പ്ലാന്റിങ് ദ ഫ്ലാഗ്. അത് മനുഷ്യന്റെ കോൺക്വസ്റ്റിനെ പറ്റി, വിജയത്തെ പറ്റി, മനുഷ്യന്റെ പ്രൈഡ്, അഭിമാനത്തെ പറ്റി ഒക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതാണ് സിംബോളിസം എന്ന് പറയുന്നത്. ഒരു വാക്ക് കൊണ്ട് മറ്റൊരർത്ഥം സൂചിപ്പിക്കുന്നു. ഇനി സിമിലി എന്ന് പറയും. പലവട്ടം നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സാധനം സിമിലി എന്ന് പറഞ്ഞാൽ. സിമിലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാര്യത്തെ പറ്റി താരതമ്യപ്പെടുത്തി പറയുമ്പോൾ അത് ലൈക്ക് അല്ലെങ്കിൽ ആസ് എന്നൊക്കെ പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ സിമിലി എന്ന് പറയാം. ഒറ്റ ഉദാഹരണമുള്ളൂ ഇവിടെ. നോക്കൂ, ദ എയർ മൂവ്സ് ബാക്ക്. വായു പിന്നാക്കം ചലിക്കുന്നു, പിന്നോട്ട് പോകുന്നു. ഫ്രം യു, നിങ്ങളിൽ നിന്ന് അകന്നകന്നു പോകുന്നു. ഏതുപോലെ? ലൈക്ക് എ വേവ്, ഒരു തിരമാല പോലെ. അപ്പൊ വായു നിങ്ങളിൽ നിന്ന് അകന്നകന്നകന്നു പോകുന്നതിനെ ഒരു തിരമാലയോട് സദൃശ്യപ്പെടുത്തി. എന്നിട്ട് തിരമാല പോലെ എന്ന് സൂചിപ്പിക്കുന്ന ഈ ലൈക്ക് എന്ന് പറയുന്ന വാക്ക് അവിടെ പറഞ്ഞു. ഈ ലൈക്ക് എന്ന് പറഞ്ഞ വാക്ക് താരതമ്യപ്പെടുത്തിയാൽ മാത്രം പോരാ, ഈ ലൈക്ക് എന്ന് പറയുന്ന വാക്ക് അവിടെ പറയുകയും ചെയ്താൽ അതിനെ നമ്മൾ സിമിലി എന്ന് പറയും. ഇതാണ് ഇതിന്റെ പോയറ്റിക് ഡിവൈസസ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.